എന്താ പറയാ പൂർവാധികം എന്നുവെച്ചാൽ കുറെ നാള് ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങളെ കണ്ടപ്പോഴായിരിക്കും ഒരു അട്രാക്ഷൻ തോന്നിയത്. അപ്പോ മനസ്സിലൊരു ആഗ്രഹമോ ഇനിയൊക്കെ വിവാഹമൊക്കെ കഴിച്ചാൽ കൊള്ളാം, ഇനി ആരെങ്കിലും ഭാര്യയും കുട്ടികളോ അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളൊക്കെ വേണം എന്നൊരു അവസ്ഥയിലാണ് വ്യക്തി. അപ്പൊ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തു വന്നാൽ നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം, ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിന് വേണ്ടി അതിന് മാക്സിമം സ്പീഡിൽ മുമ്പോട്ട് പോകണം, എത്രയും പെട്ടെന്ന് നടക്കണമെന്നാണ് ഈ വ്യക്തി വിചാരിക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. ഇത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. അപ്പൊ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് നിങ്ങളോടുള്ള ഫീലിങ്സിൽ. ഇവിടെ നിങ്ങളുടെ അടുത്ത് നിന്നുള്ള ഒരു സിഗ്നൽ ഈ വ്യക്തിക്ക് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് എന്താണ് ശരിക്കും നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ അധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. എന്നുവെച്ചാൽ വെറുതെ ചമ്മയാല ഒന്ന് ചോദിക്കണം എന്നുണ്ട്, എന്താണ് പരിപാടി എന്നൊക്കെ അറിയണം എന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു ചമ്മല് ചോദിക്കാൻ. ഈ വ്യക്തി നിങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ച് അറിയുന്നുണ്ട്. പക്ഷെ എന്നാലും വിശദമായിട്ട് ആർക്കും ഒന്നും നിങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ. പക്ഷെ നിങ്ങളെ കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞ എല്ലാം ഒത്താല് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകാം എന്നൊരു ചിന്ത. അപ്പോ ഇനിയിപ്പോ നിങ്ങൾ സിംഗിൾ അല്ല, നിങ്ങൾ റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഇൻട്രസ്റ്റ്. എന്തായാലും ഈ വ്യക്തി കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലും അല്ല, മാരീഡും അല്ല. അപ്പോ നിങ്ങൾ വിവാഹിതനല്ല, വിവാഹിതയല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ഡിവോഴ്സി ആണ്, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാം. പക്ഷെ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോ അതെന്താണ് പ്ലാൻ എന്ന് അറിയില്ല. എന്നാലും നിങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? നിങ്ങളെ ഈ വ്യക്തി ഒരു ആക്ഷൻ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ ഈ വ്യക്തി എടുക്കുമോ? അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഈ വ്യക്തി ഇതിനകത്ത് ഒരു സെവൻ ഓഫ് സ്വേർഡ്സ് ആണ് കാണിക്കുന്നത്. ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ്മെന്റ് എന്ന് വെച്ചാൽ നാണം കെടാനും വയ്യ. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അയ്യോ സോറി എനിക്ക് വേറൊരാളുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, വേറൊരാളായിട്ട് ഞാൻ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഞാൻ മാരീഡ് ആണ് എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങളടുത്ത് അപ്രോച്ച് ചെയ്യും ഈ വ്യക്തി. പക്ഷെ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ നേരിട്ട് അറിയാൻ വേണ്ടിയാണ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഒരു 7 ദിവസത്തിനുള്ളിലോ 7 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ 7 മാസത്തിനുള്ളിൽ